എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നോമ്പ് പിടിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഈ നോമ്പില്ലാത്ത ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ. ഒന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളായിരിക്കും, അല്ലെങ്കിൽ പ്രായമുള്ളവരായിരിക്കും. അങ്ങനെ അപ്പോൾ നോമ്പ് പിടിച്ചാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരുമല്ലോ. നോമ്പ് ഇപ്പോൾ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പുണ്ട്. ഫൈഹാക്ക് സ്കൂളുള്ള ദിവസം ഫൈഹ പിടിക്കില്ല, അല്ലാത്ത ദിവസമൊക്കെ ഫൈഹ നോമ്പ് പിടിക്കും കേട്ടോ. അപ്പോൾ നോമ്പില്ലെങ്കിലും അവൾ ആദ്യം വന്ന് നോമ്പ് തുറക്കാനിരിക്കും. എന്നിട്ട് നോമ്പ് തുറക്കുമ്പോൾ ചെല്ലേണ്ട കാര്യങ്ങളൊക്കെ ചൊല്ലി നോമ്പ് തുറക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അവൾക്ക് നോമ്പില്ല, അവൾക്ക് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ചോറും കറിയും വെക്കണം. അപ്പോൾ ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മീൻ കഷ്ണം മീനായിരുന്നു. അപ്പോൾ അത് നന്നാക്കി ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയും ഉള്ളിയൊക്കെ കൂടി അരച്ച് കലത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഒക്കെ വെക്കാറ്. ഇന്നിപ്പോൾ എളുപ്പത്തിന് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ അരപ്പൊന്ന് തിളച്ച് വന്ന സമയത്ത് അതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് തിളച്ച് വറ്റി വരുന്ന സമയം വരെ നമ്മൾ തീയൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടല്ല, അത് പതുക്കെ അവിടെ കിടന്ന് ആയിക്കോളുമല്ലോ. അപ്പം അങ്ങനെ ചോറ് ഓൾറെഡി ഞാൻ തിളപ്പിച്ചിട്ട് അതിൻ്റെ മേളിലൊരു വെയിറ്റ് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു 10-20 മിനിറ്റ് ഒന്നുകൂടി തിളപ്പിച്ചിട്ട് അപ്പോൾ നല്ലപോലെ അരി വേവും, എന്നിട്ട് വടിക്കുക ചെയ്യാറ്. അപ്പോൾ കറി ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് അങ്ങനെ കിടന്ന് പതുക്കെ നെയ്യൊക്കെ തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വിടും. നെയ്യ് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുറച്ച് ഉള്ളി അതരിഞ്ഞിട്ടൊന്ന് താളിച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ പണി. ഇതിപ്പോൾ നല്ലപോലെ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഉലുവയും ഇതൊന്നും ഇടാണ്ട് കുറച്ച് കൊച്ചുള്ളി മാത്രം അരിഞ്ഞിട്ട് അതിലേക്കിട്ട് ഒന്ന് കറി താളിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഉള്ളി മാത്രം കറി, എനിക്കാണെങ്കിൽ കറി താളിച്ചൊഴിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് ഇങ്ങനെ തന്നെ കറി കഴിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. പിന്നെ ഫൈഹാക്കും കറിക്ക് ഇങ്ങനെ താളിച്ചൊക്കെ ഒഴിക്കുന്നതൊക്കെ ടേസ്റ്റാണ്. അവളിങ്ങനെ ഓരോന്നും കഴിച്ചിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്കൊക്കെ പറയും. മീനിൽ ഉപ്പ് പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ മുളകും മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റാണുള്ളത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവളിങ്ങനെ പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ താളിച്ചൊക്കെ ഒഴിച്ച് കൊടുത്തു, അല്ലെങ്കിൽ കുറ്റം കേൾക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും കറി താളിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കോവക്ക ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ അരിഞ്ഞിട്ട് അതും ഒന്ന് തോരനാക്കിയിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഇപ്പോൾ കുളിച്ച് വരുമ്പോഴേക്കും ചോറ് കൊടുക്കണം. അത് സ്ഥിരം പതിവായിട്ട് അവൾക്ക്. അവൾ കുളി കഴിഞ്ഞ് അപ്പോൾ അവൾക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഞാൻ മീനും കൂടി വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവൾ വരുമ്പോൾ അവൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ 2 ചെറിയ കഷ്ണം മീനാണ് അവൾക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരി മീൻ ഞാൻ പറഞ്ഞു വൈകിട്ട് പൊരിക്കാൻ പോണേ, ഇപ്പോൾ മീൻ കറിയും തോരനൊക്കെ ഉണ്ട്, അത് കൂട്ടി തിന്നുന്ന പറഞ്ഞാൽ പറയട്ടെ, മീൻ വറുത്തതും കൂടി വേണം, മീൻ വറുത്ത് പിന്നെ ഇപ്പം തന്നെ കുളിച്ചിട്ട് വരാം എന്നും പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ എന്തായാലും മീനും കൂടി വറുത്ത് വെച്ചേക്കാം. ഇനി അതിൻ്റെ കുറവ് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് ഞാൻ റെഡിയാക്കി. പിന്നെ ചോറൊക്കെ ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂട് ചോറ് ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് ചോറ് മതിയാവും അവൾക്ക്. അപ്പോൾ ആ ചോറിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മീൻ കറി അതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, രാവിലെ കാര്യമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ ആൾക്ക് വിശക്കുന്നുണ്ടാവും. അപ്പോൾ മീൻ കറിയും മീൻ പൊരിച്ചതും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ തോരനും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അച്ചാറൊക്കെ ഉണ്ട്, അതൊന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഇത്രയും മാത്രം മതി. പിന്നെ മുട്ട ഇരിക്കുന്നത് കണ്ടാൽ പറയും മീനുണ്ടെന്ന് നോക്കില്ല, മുട്ടയും കൂടി പൊരിച്ച് തരാൻ പറയും. അപ്പോൾ ഞാൻ മുട്ട എടുത്ത് മാറ്റി വെച്ച് എല്ലാം കൂടി നമ്മൾ പണിയെടുത്ത് നിൽക്കേണ്ടി വരും. നോമ്പായാലും ഇച്ചിരി നേരം എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളത് കുട്ടിയൊക്കെ തിന്നിട്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം മീൻ കറി ഒഴിച്ചിട്ട് കുറച്ച് ഒലത്ത് അതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചോറൊക്കെ കൊണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിപ്പോൾ തീരണ വരെ എന്തെങ്കിലുമൊക്കെ പറയും, മീൻ കറിക്ക് ഉപ്പ് കുറവാണ്, മീൻ പൊരിച്ചതിന് അതാണ് ഇതാണ് എന്നൊക്കെ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു.